പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇന്ന് നമ്മൾ അറിഞ്ഞത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ അറിഞ്ഞത്. അതായത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അതിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാർ, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. എല്ലാവരും കത്തിക്കരിഞ്ഞ് ചാരമായ കഥ. ആ ദുരന്തം നമ്മുടെ എല്ലാ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇപ്പോഴും മോചിതരായിട്ടില്ല. പിന്നെ ആ വിമാനം ചെന്ന് വീണ, പിന്നെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് പതിച്ച് വീണല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികളും സ്റ്റാഫും ഒക്കെ മരിച്ചു, കത്തിക്കരിഞ്ഞു. അത് പറഞ്ഞാൽ മതി. പക്ഷേ പറയട്ടെ, അത്ഭുതകരമായി ഈ എയർ ഇന്ത്യയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇത് എല്ലാം സെർച്ച് ചെയ്യുന്നതിനിടയിൽ വളരെ വളരെ അത്ഭുതകരമായി ഒരു ഗ്രന്ഥം കാണപ്പെട്ടു. ഒരു കേടുപാടുമില്ലാതെ, ഒരു അക്ഷരം പോലും മായാതെ ഒരു പുണ്യഗ്രന്ഥം അതിനകത്ത് കണ്ടു. അതാണ് ദിവ്യമായ പവിത്രമായ നമ്മുടെ ഭഗവത്ഗീത. ആലോചിച്ച് നോക്കൂ, ഇത്രയും കത്തിക്കരിഞ്ഞ് മുഴുവൻ പ്രദേശം മുഴുവനും എല്ലാം കത്തിക്കരിഞ്ഞതിന് ഇടയിൽ നിന്ന് അത്ഭുതകരമായി അതിശയകരമായി കാഴ്ച നമ്മൾ കണ്ടു. ഭഗവത്ഗീത അതിലുണ്ടായിരുന്നു. ചിന്തിച്ച് നോക്കൂ, ഒരുപക്ഷെ ഒരു ഭക്തൻ, ഏതെങ്കിലും ഒരു ഭക്തൻ അതിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കൊണ്ടുപോയതായിരിക്കാം. അത് എന്നും ഉച്ചരിക്കുന്ന ഉരുവിടുന്ന ആളായിരിക്കാം. അതോ ഇനിയും മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആരുടെയെങ്കിലും അവിടെ പെട്ടതാണോ? കുട്ടികളെല്ലാം കത്തിക്കരിഞ്ഞിട്ടും അവിടെയുള്ള എല്ലാ വസ്തുക്കളും കത്തിക്കരിഞ്ഞിട്ടും ഈ പുണ്യഗ്രന്ഥം, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ സനാതനധർമ്മം വിളിച്ചോതുന്ന നമ്മുടെ ഭഗവത്ഗീത അവിടെ ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരക്ഷരം പോലും മായാതെ കിട്ടിയെന്നുള്ള അത്ഭുതകരമായ വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, അല്ലേ? ആ ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. എന്താ പറയുക, അല്ലേ? നമുക്ക് ഈ പുണ്യദിനത്തിൽ അത് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു മനസ്സിൻ്റെ വൈകാരികത, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എല്ലാവരും വായിക്കാത്തവരും വായിച്ചവരും ഒക്കെ ദിവസവും കുറച്ചെങ്കിലും ഭഗവത്ഗീത വായിക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും എല്ലാം ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടുന്ന ഒരു പവിത്രമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം എന്നിൽ തന്നെ വന്നു ചേരും. അതെ, അതാണ് സംഭവിച്ചത്. പിന്നെ എന്നാൽ എന്തുകൊണ്ട് വിമർശന ബുദ്ധിക്കാർ ചോദിക്കുന്ന, പിന്നെ അതിലെ ബാക്കി കത്തിച്ചാരമായ മനുഷ്യരെ അങ്ങ് രക്ഷിച്ചുകൂടായിരുന്നു? അത് പറയുന്നവരോടൊന്നും പറയാനില്ല. അതൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ ഉണ്ടായതാണ്. അതെന്താ അതിൻ്റെ കാരണമെന്ന് നമുക്കാർക്കും ഇതുവരെ അറിഞ്ഞും കൂടാ. ഇത് മഹാത്ഭുതമെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.